ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചിക്കൻ ബോക്സ്, പൊട്ടി അല്ലെങ്കിൽ വാരിസെല്ല സോസ്റ്റർ, ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖത്തെ കുറിച്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഈ അസുഖത്തിന് വിളിക്കുക എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പല പേരിൽ, പല നാടുകളിൽ പല പേരിൽ അറിയപ്പെടുന്ന ഒരു അസുഖമാണിത്. ഇതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം. പലർക്കും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഈ ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഈ അസുഖം, ആരാണ് ഇത് കോസ് ചെയ്യുന്ന, വൈറസ് ആണോ, ബാക്ടീരിയ ആണോ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വൈറസ് ആണ്, ഇതെങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇത് ഒരു വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ടാക്കുന്ന അസുഖമാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പ്രോഡ്രോമൽ ഫേസ് ഉണ്ടാവും. ആദ്യം ഒരു പനിയും ചെറിയൊരു ശരീരവേദനയൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു ചെറിയ പാപ്യൂൾ, ചെറിയ കുത്തു പോലെ, ഒരു ചുവന്ന കുത്തു പോലെ തുടങ്ങി പിന്നെ ഒരു വെസിക്കിൾ, വെള്ളം നിറഞ്ഞ വെസിക്കിൾ പോലെ ആയിട്ട് വരുന്ന ഒരു ലീഷനാണ്. സ്റ്റാർട്ട് ചെയ്യുക ഫേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫേസിലും സ്കാൽപ്പിലും സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം താഴോട്ട് ശരീരത്തിലേക്ക്, ട്രങ്കിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കും താഴോട്ട് പോവുകയാണ് ചെയ്യാം. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കുട്ടികളാണ്. ഒരു 10 ഇയറിന്റെ അറൗണ്ട് ആയിട്ടുള്ള ഏജിലാണ് ഇത് കോമൺ ആയിട്ട് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പലപ്പോഴും ഹിസ്റ്ററി പറയുന്ന സമയത്ത് ഏതെങ്കിലും ചിക്കൻ ബോക്സ് ഉള്ള ആളെ അടുത്ത് അല്ലെങ്കിൽ ആളുടെ അടുത്തേക്ക് പോയതായിട്ടും ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടാവും. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡ്രോപ്ലെറ്റ് വഴിയാണ്. ഓക്കെ, ഒരാൾ ഇപ്പോൾ അസുഖമുള്ള ആൾ തുമ്മുമ്പോഴോ അല്ലെങ്കിൽ ചുമക്കുമ്പോഴോ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്നൊക്കെ വരുന്ന ഡ്രോപ്ലെറ്റ്സ് മറ്റൊരാളിലേക്ക് എത്തിയിട്ടാണ് ഇത് അസുഖം മറ്റൊരാളിലേക്ക് പകരുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിലൂടെയാണ്. ആളെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പനി ഉണ്ടാവും, തലവേദന ഉണ്ടാവും, ശരീരവേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ലീഷൻസ് ഒരു എന്താ പറയുക, ഡ്യൂഡ്രോപ്പ് ഓൺ എ പ്രോസ്പെക്ടൽ എന്ന് പറയാം. അപ്പോൾ ഒരു ഇലയുടെ പോലെ ഒരു ഡ്യൂഡ്രോപ്പ് നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു വെള്ളം നിറഞ്ഞ വെസിക്കിൾ പോലെ കാണാൻ പറ്റും. ഓക്കെ, ഇതൊരു 5 to 6 days കൊണ്ട് അതിന് പസ്റ്റ്യൂളായി പിന്നെ അത് ക്രസ്റ്റഡ് ആയിട്ട് അത് ലീഷൻ ക്രസ്റ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ക്രസ്റ്റ് ആകുന്നവരെ, അത് ഉണങ്ങി പോകുന്നത് വരെ ഇത് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത ഉണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് പറയുന്നത് നമ്മൾ അസൈക്ലോർ, ആന്റിവൈറൽ ആയിട്ടുള്ള അസൈക്ലോർ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവർക്ക് പകരുന്നത് ഞാൻ പറഞ്ഞു ഡ്രോപ്ലെറ്റ്സ് വഴിയാണ്. അപ്പൊ തുമ്പുമ്പോഴും ചുമക്കുമ്പോൾ ഒക്കെ പകരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഇത് ഗർഭിണികൾക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികളിലേക്ക് പകരാനുള്ളത് കോംപ്ലിക്കേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നും അതുപോലെ തന്നെ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും കിഡ്നി മാറ്റി വെച്ച പേഷ്യൻസോ അല്ലെങ്കിൽ ഷുഗറുള്ള പേഷ്യൻസോ അതുപോലെ പ്രതിരോധ ശേഷി കുറവുള്ള ആളുകളിൽ നിന്ന് തൽക്കാലം കുറച്ച് മാറി നിൽക്കാം. തൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ 6 ദിവസം വരെ അവസാനത്തെ ലീഷൻ ക്രസ്റ്റഡ് ആകുന്നവരെ ഇത് പകരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അത് ക്രസ്റ്റഡ് ആകുന്നവരെ മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.